ആദ്യം ഡിജോ കപ്പൻ, ഈ കാഴ്ചകൾ നമ്മളെ വല്ലാതെ ഭയപ്പെടുത്തുന്നവയാണ്. പക്ഷേ ഇപ്പോഴും കൃത്യമായി ദേശീയപാത നിർമ്മാണത്തിന് നയമുണ്ടായിട്ടും 2015 കൊണ്ടുവന്നൊരു നയമുണ്ട്, ഈ നാഷണൽ ഗ്രീൻ ഹൈവേ പോളിസി. അത് നടപ്പിലാക്കിയിട്ടില്ല. ഗ്യാപ്പ് റോഡിൽ ഇടുക്കിയിൽ വലിയ മണ്ണിടിച്ചിലുണ്ടായപ്പോൾ അന്ന് വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടായി. ലാൻഡ് സ്ലൈഡ് ഡിറ്റക്ഷൻ സിസ്റ്റം കൊണ്ടുവരുമെന്നായിരുന്നു അന്ന് പറഞ്ഞത്. പലപ്പോഴും ഈ 90 ഡിഗ്രിയിൽ ലംബമായി കുന്നിടിക്കാതെ ചരിച്ചു നിർമ്മിക്കണമെന്നുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ടും പലയിടത്തും അത് പാലിക്കുന്നില്ല എന്ന് മാത്രവുമല്ല, വേണ്ടത്ര നിയന്ത്രണ ഭിത്തികൾ, റിട്ടൻഷൻ വാളുകൾ കിട്ടുന്നതുമില്ല. ഞാൻ ഷിരൂർ പോയപ്പോൾ ഒരു കാഴ്ച കണ്ടു ഡിജോ കപ്പൻ. ഈ മണ്ണിടിഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു 50 മീറ്റർ മാറി നൂറ്റാണ്ടിന് മുൻപ് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ചൊരു ടെൻഷൻ വാളുണ്ട്. അതിലൊരു ഭാഗം പോലും ഇപ്പോഴും ഇളകിയിട്ടില്ല. അവിടേക്കൊരു മണ്ണ് പോലും മലയിടിഞ്ഞ് വീണിട്ടുമില്ല. പക്ഷേ ഇതെല്ലാം ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഈ ദേശീയപാത വികസനത്തിൻ്റെ മറവിലാണ്. എന്താണ് നമുക്ക് ചുറ്റും സംഭവിക്കുന്നത് ഡിജോ കപ്പൻ? എത്രമാത്രം സുരക്ഷിതമാണ് നമ്മുടെ ദേശീയപാതകൾ? എന്തായാലും ഒരു മലയാളി കർണാടകത്തിൽ മരിച്ചിട്ട് റിപ്പോർട്ടർ ചാനൽ അതിനകത്ത് കാണിക്കുന്ന ഒരു തീവ്രമായ വികാരം ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടി അതിൻ്റെ ഒരു സന്തോഷം ഞാൻ പങ്കിടുകയാണ്. ബഡ്ജറ്റ് ദിവസം പോലും നിങ്ങൾ അവിടുന്ന് ക്യാമറയുടെ കണ്ണ് മാറ്റാതിരുന്നു എന്നുള്ളത് പ്രത്യേകം പ്രശംസനീയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ തർക്കമില്ല. പിന്നെ നമ്മൾ ദേശീയപാതയുടെ കാര്യത്തിലേക്ക് വന്നാൽ, ഇവിടെ സയൻറ്റിഫിക് സ്റ്റഡി നടക്കുന്നില്ല, പാരിസ്ഥിതികാഘാത പഠനം പേരിന് നടക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം അരുൺ പറഞ്ഞതുപോലെ ഇവിടെ നമ്മൾ ഈ പോകുന്ന വഴിക്കൊക്കെ കാണാം, നേരെ വെർട്ടിക്കലായിട്ടാണ് പണിത് വെച്ചിരിക്കുന്നത്. വെർട്ടിക്കലായിട്ട് പണിതായത് ചരിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ ഇടിച്ചിലിൻ്റെ ആഘാതം കുറയും. പക്ഷേ Debate with Arun Kumar.